ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറികൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് മാങ്ങയും ചക്കക്കുരു കറി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് കറി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ചക്കക്കുരു മുന്നാണ് കട്ട് ചെയ്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടെടുക്കാം. ഇത് കുക്കറിൽ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം. മൺചട്ടി എടുത്തിട്ടുണ്ടല്ലോ കേട്ടോ. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. കുക്കറിലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ 1 വിസിലടിച്ചാൽ മതി കേട്ടോ. ഞാൻ മൺചട്ടിയിൽ എടുക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ടെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ പച്ചമുളക് മാത്രം കുറച്ച് കൂടുതൽ ചേർത്ത് എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊള്ളിയൊക്കെ ചെത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ആദ്യം ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് ആയാൽ കുക്കായി കിട്ടും. സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുക്കറിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ പെട്ടെന്നായിട്ട് വെന്ത് കിട്ടില്ലേ, അത് കാരണം ഞാൻ ആദ്യം ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ വലിയ വലിയ കഷ്ണങ്ങളാക്കാതെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണേ. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് വേവ് കേട്ടോ. ഇത് കുറേ പഞ്ഞൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടെ ഉണക്കമീനോ അല്ലെങ്കിൽ മീനിൻ്റെ ഫിഷ് എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ പപ്പടം കിട്ടിയിട്ടായാലും കഴിക്കാം കേട്ടോ. കണ്ട, നമ്മൾ എല്ലാം കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സൈഡിലേക്ക് വയ്ക്കുക. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയുള്ളി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 ചെറിയുള്ളി എടുക്കുക. പിന്നെ ഒരു അള്ളി വെളുത്തുള്ളി എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. എരിവിന് വേണമെങ്കിൽ 2 പച്ചമുളകും ചേർത്ത് കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. സമയം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, സമയമില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സമയം നോക്കി തീരുമാനിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. ഉണ്ടാക്കില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. പിന്നെ എടുക്കുമ്പോൾ മാങ്ങ കുറച്ച് പുളിയുള്ളത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ.
സൈഡിലേക്ക് വയ്ക്കുക. ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്ത് നോക്കാം കേട്ടോ. നോക്കട്ടെ, കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ല. ഒരു 5 മിനിറ്റ് കൂടി വേണ്ടി വരും കേട്ടോ. നമ്മൾ വെച്ചിട്ട് സൈഡിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മൾ മാങ്ങയുടെ കഷ്ണങ്ങളില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. 5 മിനിറ്റ് കൂടി വേണ്ട, ഒരു 3-4 മിനിറ്റ് മതിയാവും കേട്ടോ. ഇതിലേക്ക് ഒന്ന് കളറില്ലാത്ത പോലെ തിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കണ്ട നമ്മൾ മാങ്ങയുടെ കഷ്ണം വെന്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് കണ്ട വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് നാളികേരം അരച്ച് കൊണ്ടുവന്നില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം പച്ചമണം മാറുമ്പോൾ തീർക്കും. 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കണേ. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനൊക്കെ കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കട്ടെ, എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കറി. നല്ല ടേസ്റ്റിൻ്റെ ഉപ്പ് കരുവ് എല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് സൈഡിലേക്ക് വയ്ക്കുക. നമുക്കൊന്ന് കാച്ചി വയ്ക്കാം കേട്ടോ. കറിവേപ്പിലയും കടുകും ചെറിയുള്ളി കേട്ടോ. ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി കേട്ടോ. കറിവേപ്പിലയും കടുക് മാത്രം മതി. ഇത്രയുള്ള കേട്ടോ ഈ വീഡിയോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുകിട്ട് എടുക്കുക. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കുക. ഇതിലേക്ക് കാച്ചി വയ്ക്കുക. കാച്ചി വെച്ച ശേഷം മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് ശേഷം മാത്രം മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.